ജനതാ പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്താണ് ഡെലീഷയെ പോലൊരു കുട്ടിയെ ഈ കൂട്ടായ്മയിലേക്ക് ആകർഷിച്ച ഘടകം? എപ്പോഴാണ് ഡെലീഷ ഇതിനെക്കുറിച്ച് അറിയുന്നതും ഈ കൂട്ടായ്മയുടെ ഭാഗമാവുന്നതും ഇതേക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നതും? എന്റെ പ്രശ്നം എന്താണെന്നറിയോ മാഷേ, നമ്മുടെ കൺട്രിയിൽ നടക്കുന്ന എഡ്യൂക്കേഷനെ പറ്റി, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്ന ഫെയിലിയേഴ്സ് കണ്ടപ്പോൾ ഓരോ നമ്മുടെ യൂത്തിലുണ്ടായ അവരുടെ ഉള്ളിലുള്ള ഒരു ആങ്കർ, ഡെസ്പറേഷൻ, അവരുടെ മനസ്സിലുള്ള ഒരു തീ, അതും ആ യൂത്ത് ഒരുമിച്ച് നിന്ന് ഒരു മൂവ്മെന്റിലൂടെ ഇങ്ങനെ പോയതാണ്. ഈ ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. ഈ മൂവ്മെന്റ് യുവാക്കൾ ഒന്നിച്ചു ചേർന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, ഇത് അഡ്രസ്സ് ചെയ്യാത്തത് എന്താണ് എന്ന ചോദ്യങ്ങളുമായി വരുമ്പോൾ അതിനെ സിസ്റ്റം ഭയക്കുന്നുണ്ടോ? വേണ്ടേ? നീ പേടിക്കണം, അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? ആദ്യമായിട്ട് ഈ ചർച്ചയിൽ ആദ്യം സംസാരിച്ച ഡെലീഷ എന്ന് പറയുന്ന കൊച്ചുമോളെ, അവരുടെ ഒരു രാഷ്ട്രീയ ബോധത്തെ ഞാൻ നമിക്കുകയാണ്. അത് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി എത്ര കൃത്യമായിട്ടാണ് രാഷ്ട്രീയം സംസാരിക്കുന്നത്, എത്ര കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യമാണ് അവർക്കുള്ളത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വത്തിനും തീർച്ചയായിട്ടും ഈ വരുന്ന തലമുറ, പലപ്പോഴും നമ്മളൊക്കെ അവർ അരാഷ്ട്രീയവാദികളാണ്, അതല്ലെങ്കിൽ അവർ TV ചർച്ചകൾ കാണാത്തവരാണ്, അതല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അപഗ്രഥിക്കാത്തവരാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, വിചാരിക്കാറുണ്ട്. പക്ഷേ ഞാൻ കേട്ടിട്ടില്ലല്ലോ, പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പക്ഷേ നമ്മളെക്കാൾ വളരെ കൂടുതൽ കൃത്യമായിട്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുകയും നോക്കിക്കാണുകയും അത് സംബന്ധിച്ച് അഭിപ്രായ രൂപീകരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്കുള്ളിൽ അവരുടെ പ്രതിഷേധം, അവരുടെ നിലവിലുള്ള സിസ്റ്റത്തോടുള്ള അവരുടെ പ്രതിഷേധം ഒരു കനലായി അവരുടെ ഉള്ളിൽ ഇങ്ങനെ ആളിക്കത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്. കുട്ടികളെ, ചെറുപ്പക്കാരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പുറത്തു വന്നുള്ളത്. ഇത് വാസ്തവത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം നാട്ടിലെ ചെറുപ്പക്കാരോടും കുട്ടികളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഈ നാട്ടിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച്, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അസഹിഷ്ണുതയെക്കുറിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച്, ഈ നാടിൻ്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഈ അടിച്ചമർത്തലൂടെ നാട് ഭരിക്കുന്നതിനെ കുറിച്ചൊക്കെ ശ്രീ രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ട്, വോട്ട് ചോരിയെ കുറിച്ച്, ഇതിനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വലിയ പിന്തുണയും ഇന്നത്തെ തലമുറ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു പരാജയം രാഹുൽ ഗാന്ധിക്കും അദ്ദേഹം നയിക്കുന്ന പാർട്ടിക്കും ഏറ്റെടുക്കേണ്ടി വരും, ഒരു പരാജയത്തിന്റെ ഉത്തരവാദിത്വം. കാരണം ആ കുട്ടികൾക്ക് നിങ്ങളെയും വിശ്വാസമില്ല. എന്തുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നതുകൂടി അതിനോട് ചേർത്ത് പറയൂ. എന്താ താല്പര്യം? ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറയുന്നതിന് മുമ്പ് അവനവന്റെ യോഗ്യത കൂടിയൊന്ന് നോക്കണം. അങ്ങനെയല്ല ശ്രീജ, അങ്ങനെയല്ല. അത് നോക്കൂ, ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത്, ഈ പ്രതിഷേധം ഇത് എന്നായാലും പുറത്തു വരേണ്ടതാണ്. ഇതിങ്ങനെ ഈ ആളിക്കത്തുന്ന, ഉള്ളിലിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഒരു നിമിഷത്തിൽ അത് ആളിക്കത്തും, പുറത്തേക്ക് വരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് ഏത് മൊമെന്റ് എന്നുള്ളത്, ആ ട്രിഗറിങ് മൊമെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, കാരണം ഇതൊരു ഡിജിറ്റൽ വിപ്ലവമായി മാറിക്കഴിഞ്ഞു. ഒരു ഡിജിറ്റൽ വിപ്ലവമായി മാറിക്കഴിഞ്ഞു. എല്ലാ വിപ്ലവങ്ങളും എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇതിന്റെ പര്യവസാനം എന്ന് പറയുന്നത് ഈ ഏകാധിപതിയുടെ തീർച്ചയായിട്ടുമുള്ള അനിവാര്യമായിട്ടുള്ള പതനമാണ്. അത് ഈ രാജ്യത്ത് സംഭവിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ജനാധിപത്യ രാജ്യം, ഈ ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായിട്ടും ഈ ഏകാധിപതിയുടെ പതനം അത് ആസന്നമാണ്. ഒപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. നടന്നത് തന്നെ. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന പെൺകുട്ടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തായാലും ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ, ഒരു രാഷ്ട്രീയ പക്ഷം തങ്ങൾക്ക് ഉണ്ട് എന്ന് അറിയിക്കാൻ കേരളത്തിൻ്റെ യുവതയെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ യുവതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ചർച്ചയിൽ വരാൻ അവർ തയ്യാറായിട്ടുള്ളതിന് സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? എന്നാലത് കുറെ കൂടി റിയൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള ഒരു സെറ്റാറിക്കൽ, ഒരു മീം ബേസ്ഡ് ഇന്റർനെറ്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റിലല്ലാതെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരു യുവജന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കാനും എന്തെങ്കിലും തരത്തിൽ ഗ്രൗണ്ടിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന വണ്ണത്തിലുള്ള ഇടപെടലുകൾ നടത്താനും ഈ തലമുറ തയ്യാറായെങ്കിൽ അതിന് കുറെ കൂടി റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെൻ്റെ വിമർശനമായി ഞാൻ ആദ്യമേ മുന്നോട്ട് വെക്കുകയാണ്.
അത് ശരിയാ. ഫേക്ക് ലോ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ തെറ്റായിട്ടുള്ള രേഖകൾ കൊടുത്തുകൊണ്ട് തെറ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചുകൊണ്ട് ലീഗൽ പ്രൊഫഷനിലേക്ക് ആളുകൾ കടന്നു കയറുന്നതിനെതിരെ നടത്തിയിട്ടുള്ള വിമർശനമാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ ജോലിക്ക് കൊള്ളരുതാത്ത ആളുകൾ അവർ ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നു, അവർ RTI ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നു, അവർ കോക്രോച്ചസ് ആയി മാറുന്നു എന്നത് യഥാർത്ഥത്തിൽ അർഹതയില്ലാതെ വ്യാജ ഡിഗ്രികൾ നിർമ്മിച്ചുകൊണ്ട് തൊഴിലിടത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചവരെ പറ്റി പറഞ്ഞതാണ്, യുവാക്കളെ പറ്റി പറഞ്ഞതല്ല എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ വിശദീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ മൂവ്മെന്റ് അവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ ആവശ്യം ചീഫ് ജസ്റ്റിസ് മാപ്പ് പറയണമെന്നോ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നോ നല്ലതല്ല. ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള പരാമർശത്തിന്റെ പേരിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി മുന്നോട്ട് വരുന്നു. അവരൊരു വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ പ്രചാരം നേടുകയാണ്. ആദ്യത്തെ ദിവസം ആകുമ്പോഴേക്ക് അവർക്ക് 40,000 ഫോളോവേഴ്സ് ഉണ്ടാവുന്നു. അടുത്ത ദിവസം ആകുമ്പോഴേക്ക് ഏതാണ്ട് 3 മില്യൻ്റെ അടുത്തേക്ക് എത്തുന്നു. പിന്നീട് അത് BJPയെ മറികടക്കാൻ പോകുന്നു എന്നാണ് അതിന്റെ വാർത്താ കൗതുകമായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന ഒരു സെറ്ററിക്കൽ ഒരു മീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഇതിന്റെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾക്ക് 4 യോഗ്യതകൾ വേണം എന്നാണ് അവർ പറയുന്നത്. ആദ്യത്തെ യോഗ്യത നിങ്ങൾക്ക് തൊഴിലില്ലാതിരിക്കണം, നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കണം. രണ്ടാമത്തെ യോഗ്യത നിങ്ങൾ മടിയനായിരിക്കണം. നിങ്ങൾക്ക് ജോലി ഇല്ലാണ്ടിരുന്നാൽ മാത്രം പോരാ, ജോലി ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സും ഉണ്ടാവരുത്, നിങ്ങൾ മടിയന്മാരായിരിക്കണം. മൂന്നാമത്തെ നിങ്ങൾ ക്രോണിക്കലി ഓൺലൈൻ ആയിരിക്കണം. ഒരു ദിവസം ചുരുങ്ങിയത് 11 മണിക്കൂറെങ്കിലും നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആളായിരിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഓൺലൈനിലായിരിക്കണം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ. നാലാമത്തത് നിങ്ങൾ ക്യാൻ റാൻഡ് പ്രൊഫഷണലി എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് റാൻഡ് എന്നതിന് മലയാള വാക്ക് ചെലക്കുക എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി നല്ല വാക്കുണ്ടെങ്കിൽ അങ്ങനെ സൂചിപ്പിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യത്തെ പറ്റിയിട്ട് വളരെ പ്രൊഫഷണലായിട്ട് നിർത്താതെ വർത്തമാനം പറയാൻ സാധിക്കണം. ഈ 4 യോഗ്യതകളുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറാൻ സാധിക്കും. അതാണ് എന്റെ തൊഴിൽ. എന്റെ തൊഴിലിന് വെറുതെ തടസ്സം ഉണ്ടാക്കരുതേ. അവർ പറയുന്നത്, അവരുടെ ആശയം തന്നെ പറയുന്നത് സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് ലേസി എന്നതാണ്. അതായത് മടിയന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തുടങ്ങുന്ന പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ആദ്യഗതിയിൽ ഇതൊന്നും ആയിരുന്നില്ല. ഇപ്പോഴാണ് പിന്നീട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, നീറ്റ് പരീക്ഷയുടെ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള 5 പോയിന്റ് അജണ്ട എന്തായിരുന്നു? ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്ന് വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാർ പിന്നീട് രാജ്യസഭയിലെ അംഗങ്ങളാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് BJPക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമാണോ? ഞാൻ ചോദിക്കട്ടെ. വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാർ രാജ്യസഭയിലെ അംഗമായിട്ടുള്ള അനുഭവം കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ രംഗനാഥ് മിശ്ര 1984 സിഖ് വംശഹത്യാ കേസിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തതിന് ശേഷം 21ാം ചീഫ് ജസ്റ്റിസ് ആയി മാറുകയും അതിനുശേഷം അദ്ദേഹം 1998 തൊട്ട് 2004 വരെ ഇന്ത്യയുടെ രാജ്യസഭയിൽ കോൺഗ്രസിന്റെ അംഗമായിട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആൾ ഇതേപോലെ കോൺഗ്രസിന്റെ MP ആയിട്ടിരിക്കുകയും പിന്നീട് ചീഫ് ജസ്റ്റിസ് ആവുകയും വീണ്ടും MP ആവുകയും ചെയ്തിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ട്. ഇത് പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരത്തോടുള്ള വിമർശനം എന്നല്ല എടുക്കേണ്ടത്. രണ്ടാമത്തത് പറയുന്നത് വനിതകൾക്ക് 50% സംവരണം വേണം, ക്യാബിനറ്റിലും വേണം, പാർലമെന്റിലും വേണം എന്നുള്ളതാണ്. ആരാണ് അതിനെ അനുവദിക്കാത്തത്? BJPയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരാൻ വേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെ ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് തോൽപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ BJP മുന്നോട്ട് വെക്കുകയും ഇവരെ എതിർക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആവശ്യം ഇവർ വീണ്ടും ഉന്നയിക്കുന്ന സമയത്ത് അത് BJPക്ക് എതിരായിട്ടുള്ള ഒരു മുദ്രാവാക്യമാവുന്നത് എങ്ങനെയാണ്? അതേപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരാവശ്യമായിട്ട് ഇവർ പറഞ്ഞത് കണ്ടത് മീഡിയ ഹാൻഡിലുകൾ. അതെനിക്ക് വളരെ കൗതുകരമായി തോന്നി. കാരണം ഇവർ ഡെമോക്രസിക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അംബാനിക്കും അദാനിക്കും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള എല്ലാ മീഡിയ ഹാൻഡിലുകളുടെയും ലൈസൻസ് റദ്ദാക്കണം എന്നാണ്. ഇവരെല്ലാം നിരോധിക്കണം, ഇവരുടെ എല്ലാ ലൈസൻസ് റദ്ദാക്കണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു പക്ഷത്ത് നിങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്നു, മറ്റൊരു പക്ഷത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളുടെ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടണമെന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഒത്തുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത കാര്യം ഈ ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു MLA MP പാർട്ടി മാറുകയാണെങ്കിൽ അവർക്ക് 20 വർഷത്തേക്ക് അയോഗ്യത കൽപ്പിക്കണം എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. കൂറുമാറ്റത്തിനെതിരെയാണ് ആ നിലപാട്. ഇതൊന്നും BJP ആയിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ല. ഇതെല്ലാം അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. അതിലൊരു BJP ടേൺ വരികയാണ്. ഇതിലേക്ക് യുവാക്കളുടെ പങ്കാളിത്തം ഉണ്ടാവുന്നത് കാണുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളോട് കൂടിയിട്ടുള്ള ചില ആളുകൾ അതിലേക്ക് കടന്നു കയറുകയും അതിന്റെ താല്പര്യത്തെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പെൺകുട്ടിയുടെ രോഷത്തോട് ഞാൻ യോജിക്കുന്നു. ഇപ്പൊ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ യുവാക്കൾക്ക് രോഷം ഉണ്ടാവാം. തീർച്ചയായിട്ടും അതിനെതിരെ പ്രതിഷേധിക്കാനും അതിനെതിരെ സമരം ചെയ്യാനും അതിനെതിരെ നടപടി ആവശ്യപ്പെടാനുള്ള അവർക്ക് അധികാരമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സ്വാഭാവികമായ ന്യായമായിട്ടുള്ള രോഷത്തെ പോലും വളരെ
കൃത്യമായിട്ടുള്ള അജണ്ടകളോടുകൂടി മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിടുകയും രാജ്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരായിട്ട് തിരിച്ചുവിടുകയും ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്തിനകത്ത് തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അതേങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് കണ്ണീരൊലിപ്പിച്ച് ഒക്കെയാണ് ഒരു നീറ്റ് എക്സാം വരെ എത്തുന്നത്. ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ആ കുട്ടികൾ അവർക്ക് കിട്ടുന്ന ഏതൊരു അവസരത്തിലും അതിനുവേണ്ടി പ്രതികരിക്കും. ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുക. ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു. 45ഓളം ആളുകൾ ഇതിനകം അറസ്റ്റിലായി. അതിനുശേഷം ആ കാര്യത്തിൽ CBI ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചു. ഇപ്പൊ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ നേതൃത്വത്തിലൂടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാര്യമായിട്ട് പറയാണോ? ഇത് പിന്നെ തമാശ പറയാൻ പറ്റിയ വിഷയം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാവും. രണ്ടാമത് ആ പരീക്ഷ തന്നെ റദ്ദാക്കുകയും പുതിയ പരീക്ഷാ തീയതി ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ആ പരീക്ഷയ്ക്ക് പുതുതായിട്ട് ഇനി നിങ്ങൾ അപ്ലിക്കേഷൻ സമർപ്പിക്കുകയോ അതിലേക്ക് പുതുതായിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. അങ്ങനെ ആ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസും ചെയ്യുന്നുണ്ട്. ഇത് എന്താ നാവ് മരച്ചു പോയെന്ന് എനിക്ക്. ഇങ്ങനെ വരുമ്പോഴാണ് ഇതിന്റെ പിന്നിലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള താല്പര്യം എന്താണെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് യുവാക്കളുടെ രോഷത്തിന്റെ ഒരു കലക്റ്റീവായിട്ടുള്ള രൂപം മാത്രമല്ല, അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫോക്കസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ രാഷ്ട്രീയ മുഖം എന്താണെന്ന് നോക്കുന്നു. അപ്പോൾ സ്വാഭാവികം മനസ്സിലാവുന്നു ഇന്ത്യയിലെ യുവാക്കളുടെ രോഷത്തെ അല്ല ഇത് പ്രതികരിക്കുന്നത്. കാരണം ഇതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുള്ള ആൾക്കാരല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ബോസ്റ്റൺ സർവകലാശാലയിലുള്ള ഈ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ സ്ഥാപകൻ. ഈ അഭിജിത് ദീപ്കെ ആരാണ്? അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം മേധാവിയായിരുന്ന ആളാണ്, പ്രവർത്തിച്ചിരുന്ന ആളാണ്. ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷൻ വാർഫെയർ അല്ലെങ്കിൽ അതിന്റെ വാർ റൂമിനെ കൺട്രോൾ ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹമാണ് ബോസ്റ്റണിൽ പോയിട്ട് ഈ മൂവ്മെന്റ് തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ട് എന്താണ് ഇത്? ആം ആദ്മി പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. അത് ഇങ്ങനെ ഒരു സംഗതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ ആശങ്ക ഉണ്ടാവേണ്ടത്. നോക്കിപ്പോ കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ല, എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കണം. ഇവന്മാരുടെ തലക്കൊക്കെ പ്രാന്താണ്. ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്ക് എന്താ വട്ടുണ്ട? ഇതെല്ലാം എന്തോ ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണ്. BJP എളുപ്പത്തിൽ RSSും BJPയും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കോൺസ്പിറസി തിയറി അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു കോൺസ്പിറസി തിയറി അതിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇവരെ മുഴുവൻ ഭീകരവാദികളാക്കും, രാജ്യദ്രോഹികളാക്കി മാറ്റും. ഇത് BJPയുടെ സ്ഥിരം മോഡസ് ഓപ്പറാൻഡിയാണ്. BJPക്കെതിരായി കേന്ദ്ര സർക്കാരിനെതിരായി ആര് ശബ്ദിച്ചാലും അവർക്കെതിരെ ഉയർത്തിക്കൊണ്ടു. ഇപ്പം ചെറിയ കുട്ടികളായതുകൊണ്ടും പെൺകുട്ടിയായതുകൊണ്ടും അവരെ നേരിട്ട് തീവ്രവാദിനി എന്ന് വിളിക്കാൻ, രാജ്യദ്രോഹി എന്ന് ചർച്ചയിൽ വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് വളഞ്ഞുകൊണ്ട് മൂക്ക് പിടിക്കുകയാണ്. ഒരു കാര്യം പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കാൻ നോക്കരുത്. പ്രതിനിധി പറഞ്ഞു എനിക്ക് ഈ കാര്യത്തിൽ എന്തോ ഇരട്ടത്താപ്പുണ്ട്, ഞാൻ ആ പെൺകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങുകയും പിന്നീട് അവിടെ രാഷ്ട്രീയത്തെ ഞാൻ വല്ലാതെ വിമർശിക്കുകയും ചെയ്തു. അങ്ങനെയല്ല, ഞാൻ ആ പെൺകുട്ടി കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയത്തെ ഈ പ്രായത്തിൽ തന്നെ ശ്രദ്ധിക്കാനും ആ രാഷ്ട്രീയ സംവാദത്തിൽ ഇടപെടാനും കാണിച്ചിട്ടുള്ള ആർജവത്തെ അഭിനന്ദിക്കുകയും, എന്നാൽ അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് കുറെ കൂടി ഗൗരവമുള്ള, അത് കുറെ കൂടി യാഥാർത്ഥ്യബോധമുള്ള ഒന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിലൊന്നും യാതൊരു തരത്തിൽ കഴമ്പുമില്ലാത്തത് എന്നാണ് പിന്നീട് ഞാൻ വിശദീകരിച്ചത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. അദ്ദേഹത്തിന് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് പൊതുവിൽ ഈ കാര്യത്തിലുള്ള ആശയക്കുഴപ്പം കൊണ്ടാണ്. കാരണം ഈ കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യം രൂപപ്പെട്ട സമയത്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ വന്നിട്ടുള്ള പോസ്റ്റ് ഒരു പാറ്റയെ ഒരു ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി അമർത്തുന്നതായിരുന്നു. അവർ ഉദ്ദേശിച്ചത് അന്ന ഹസാനി മൂവ്മെന്റിനെയാണ്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് ആം ആദ്മി പാർട്ടിയുടെ തന്നെ മറ്റൊരു രൂപമാണ്. ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ സ്പേസിനെ ഒറ്റയ്ക്ക് കൈയടക്കാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആദ്യത്തെ ദിവസം അങ്ങനെ പ്രതികരിച്ചത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. 3 ദിവസം കഴിഞ്ഞ് യുവാക്കളെ മൊബിലൈസ് ചെയ്തിട്ട് ഒരു പ്രത്യേക കോസിന്റെ നിലയ്ക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവരുടെ രാഷ്ട്രീയ അജണ്ട കൊണ്ടുവരുന്നത്. അങ്ങനെ രാഷ്ട്രീയ അജണ്ട കൊണ്ടുവരുമ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് ഈ അഭിജിത് ദീപ്കെ പോലെയുള്ള ആളുകളെ കാണുന്നത്. ഈ അഭിജിത് ദീപ്കെ ഞാൻ നേരത്തെ പറഞ്ഞത് 2019 ഈ പറയുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ടുള്ള സമയത്ത് ആന്റി ഇന്ത്യ പ്രൊപ്പഗൻഡ നടത്തിയതിന്റെ പേരിൽ, ഹുറിയത്ത് മോഡൽ പ്രോ പാകിസ്ഥാൻ പ്രൊപ്പഗൻഡ നടത്തിയതിന്റെ പേരിൽ പൂനെയിലുള്ള ലീഗൽ റിസർച്ച് ഒബ്സർവർ എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും ആ കേസ് ഇപ്പോഴും പൂനെ പോലീസിന്റെ പരിഗണനയിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായി വരുന്ന ആളുകൾ പിന്നീടുള്ള യൂഷ്വൽ സസ്പെക്ട്സ് എല്ലാവരും പുറത്തേക്ക് വരികയാണ്. പിന്നീട് ഇതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള മുഹുവ മൊയ്ത്രയെ പോലെ, അല്ലെങ്കിൽ പിന്നീട് വരുന്നത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ, ആന്റി BJP സ്വഭാവം കൊണ്ടുവരാൻ സാധിക്കും. അഖിലേഷ് യാദവ് ഉണ്ട്. അതായത് 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതിലൊരു ആന്റി BJP സ്വഭാവം
അല്ല, അവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് വിരുദ്ധമാവുകയാണെങ്കിൽ എങ്ങനെയാണ് ട്വിറ്റർ അക്കൗണ്ട് പൂട്ടുക? നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം അവരുടെ ഏതെങ്കിലും പോസ്റ്റുകൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് വിരുദ്ധമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളോ ബന്ധപ്പെട്ട മിനിസ്ട്രിയോ ട്വിറ്ററിനെ രേഖാമൂലം അത് അറിയിച്ചാൽ ട്വിറ്റർ ഇത് പരിശോധിക്കുകയും ട്വിറ്ററിന് അക്കൗണ്ട് പൂട്ടുകയും ചെയ്യുക. അല്ലാണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ട്വിറ്റർ അക്കൗണ്ട് പൂട്ടാൻ പറ്റില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അവർക്ക് മുന്നിൽ വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്വിറ്ററിന് വിവരങ്ങൾ ധരിപ്പിക്കാം. ആ ധരിപ്പിച്ചിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട് പൂട്ടണോ വേണ്ടോ തീരുമാനിക്കുന്നത് ട്വിറ്ററാണ്.